ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് ഫസ്റ്റ് ലവ്. ഈ ഡ്രാമ കുറെ പേര് കാണണം ചോദിച്ചാണ്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അങ്ങനെ ആരെങ്കിലും ഈ ഡ്രാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ഇടുക, എന്നാലേ ഞാൻ അറിയത്തുള്ളൂ ആരൊക്കെയാണ് വെയിറ്റ് ചെയ്തതെന്ന്. ഇപ്പൊ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. തുടക്കം തന്നെ നമ്മുടെ ഡ്രാമയിലെ നടിയെ കാണിക്കുവാണ്. ഇവളുടെ പേര് ലൂവാൻ. അങ്ങനെ വലിയ ഡോക്ടറിനെ പോലെയൊക്കെ ഇൻട്രോ ഉണ്ടെങ്കിലും സത്യത്തിൽ ഇവള് ഡോക്ടർ ഒന്നുമല്ല, ഒരു സ്റ്റുഡന്റ് ആണ്. അവളിപ്പോ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊക്കെ അവളുടെ സ്വപ്നത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഏത് ആൻസർ ചൂസ് ചെയ്യണമെന്ന് അറിഞ്ഞ്. പക്ഷെ അവൾ ചെയ്യുന്നെല്ലാം പൊട്ടത്തരം, അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ അവസാനം എല്ലാത്തിനും ABCD എന്നിട്ട് ലാസ്റ്റ് സമയത്ത് ഇവളും പേപ്പർ ഫില്ല് ചെയ്യുമ്പോഴാണ് ടീച്ചറാണ് കുത്തിവെച്ചൊക്കെ മതി എന്ന് പറഞ്ഞ് ഇവളുടെ പേപ്പർ അറിയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും, അയ്യോ ഞാൻ ഒരു ബർത്ത്ഡേ കേക്ക് റെഡിയാക്കി വെച്ചിരുന്നു, അത് മറന്നുപോയി. ഏതായാലും അവൾ അപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ചെല്ലും. ഇതേ സമയം നമ്മുടെ ഡ്രാമയിലെ ഹീറോയെ കാണിക്കുവാണ്. ഇവന്റെ പേര് റെൻ ചു, നമുക്ക് റെൻ എന്ന് വിളിക്കാം. അവൻ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്വിമ്മറാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ താഴെയാണ് എല്ലാവരും കൂടെ ട്രെയിനിങ് ചെയ്യുന്നത്. അതേസമയം പരീക്ഷ കഴിഞ്ഞ് ധൃതിയിൽ ഇവൾ ഉണ്ടാക്കി വെച്ച ബർത്ത്ഡേ കേക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരുത്തനാണ് ഇവളെ തടഞ്ഞു നിർത്തും. ആൻജീഷിയാൻ. ഇവന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് അവൾ കേക്ക് എടുക്കാൻ പോയത്. കൂടാതെ ഇവളുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ക്രഷാണ് ഇവൻ. അങ്ങനെ അവള് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഇന്ന് രാത്രി പാർട്ടിക്ക് ലിയാങ്ങിന് നേരത്തെ തന്നെ വരാൻ പറയുമ്പം ഇവനാണ്, ലിയാങ് നേരത്തെ വരും, നീ കറക്റ്റ് സമയത്തിന് നന്നായെന്ന് പറഞ്ഞ് കുറെ വർഷമായിട്ട് ഇവന്റെ മനസ്സുള്ള കാര്യം ഇവളോട് ഇന്ന് പറയാൻ പോവാന്ന് പറയും. അതോടെ അവളാണ് സന്തോഷത്തി മിക്കവാറും ഇവന്ന് പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതിനുശേഷം അവൾ അവന് വേണ്ടി ഉണ്ടായ കേക്കൊക്കെ എടുത്തിട്ട് അവനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവളും ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കും. അതേസമയം പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അവൻ ഇവളോട് കുറെ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ അപ്പം തൊട്ട് ഇവന്റെ അടുത്ത് ഇഷ്ടത്തിലായി പോയ. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കി അവളിപ്പോ കേക്കുമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ്, അതേസമയം സ്വിമ്മിങ് ഒക്കെ ചെയ്തിട്ട് റെന്നും സൈക്കിളിങ് സ്പീഡ് പുറത്തേക്ക് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവനാണ് അവളെ റോഡിൽ കണ്ടോടനെ അങ്ങ് സഡൻ ബ്രേക്ക് പിടിക്കും. അങ്ങനെ അതോടെ അവൻ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അവള് മൊത്തത്തിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് അവനും ചെവി ഹെഡ്സെറ്റ് വെച്ചോണ്ടിരുന്ന പിന്നെ വഴി പോകുന്ന വണ്ടി ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് അവളെ വാൺ ചെയ്യുമ്പോൾ ഇവളാണ് സോറി പറഞ്ഞിട്ട് ഇവനെല്ലാം പറ്റിയെന്ന് ചോദിക്കും. അങ്ങനെല്ലാം പറ്റിയിട്ടുണ്ട്, എന്റെ പേര് ലൂവാൻ, പൈസ എപ്പോഴെങ്കിലും ചോദിച്ചാന്ന് പറഞ്ഞ് അവന് കുറച്ച് ചോക്ലേറ്റ് കൈ കൊടുക്കുമ്പോൾ അവനാണത് വേണ്ടെന്ന് വെച്ചാലും ഇവളത് കൊടുത്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം റെൻ അവിടെ നേരെ അവന്റെ ജൂനിയേഴ്സിന് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവരൊക്കെ ഇവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. അങ്ങനെ അവിടുത്തെ സാറും ഇവൻ ഭയങ്കര ബുദ്ധിയൊക്കെ ആണെങ്കിലും അധികം ആൾക്കാരോട് സംസാരിക്കത്തില്ലെന്ന് അറിഞ്ഞ് അവനെ കുറിച്ചുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനും പതിയെ സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നിട്ട് സാറ് പറഞ്ഞ പോലെ ഞാൻ അത്ര ടഫായിട്ടുള്ള ക്യാരക്ടർ ഒന്നുമില്ല, ഞാൻ എല്ലാവരോടും ഈസി ആയിട്ട് സംസാരിക്കുന്ന പറഞ്ഞ് ഇവനോടെല്ലാം ചോദ്യം ചോദിക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അതിൽ നിന്ന് ഒരു പെങ്കൊച്ചാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന എളുപ്പമാണ് അല്ലെന്ന് പറഞ്ഞ് അവളുടെ മാർക്കൊക്കെ ഇവനോട് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നും, എന്റെ മാർക്ക് കണ്ടിട്ട് നിനക്ക് മാത്സ് വീക്കാൻ തോന്നില്ല, നീ ഈ കോഴ്സ് എടുത്തത് നിനക്ക് തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിട്ട് മാറി, അതുകൊണ്ട് പറ്റുവാണ് ഇപ്പൊ തന്നെ കോഴ്സ് മാറ്റി നിനക്ക് എളുപ്പമുള്ള കോഴ്സ് എടുക്കാൻ നോക്കും. എന്നിന് അവനും പറഞ്ഞ ഉടനെ എല്ലാരും കൂടെ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് എല്ലാവർക്കും ദേഷ്യമാകും. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് ഇനി ആരും ഇവനോട് ചോദ്യം ചോദിക്കത്തില്ല. അതിനുശേഷം ഇവിടെ ഹോസ്റ്റലിലേക്ക് വരുന്ന ലൂവാനാണ് അവളുടെ കൂട്ടുകാരിയോട് ഇന്ന് ആൻജീഷ്യൻ ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ പോകാന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവളുടെ കൂട്ടുകാരി സന്തോഷത്തി, എന്റെ പൊന്നോ 5 വർഷം നീ ഇതിനു വേണ്ടി കാത്തിരുന്നല്ലേ, അങ്ങനെ അവസാനം ഇപ്പോഴാണ് നിന്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നത്, നിനക്ക് ഓർമ്മയുണ്ടോ ഇതിനുമ്പ് നീ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ പോയപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ? ആദ്യം നീ പ്രൊപ്പോസ് ചെയ്യാൻ പോയപ്പോൾ നീ അവന്റെ ദേഹത്തിനെ ഛർദ്ദിച്ചളഞ്ഞ്, പിന്നീട് നിനക്ക് വയറിളക്കമായി. എന്നിന് അവളുടെ കൂട്ടുകാരി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുമ്പം ലൂവാനെ തടഞ്ഞു നിർത്തിയിട്ട് എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നതെന്ന് അറിഞ്ഞ് ഇവിടെ നിർത്താൻ പറയും. കൂടാതെ ഇന്ന് ഇവരുടെ കൂടെ തന്നെ ലിയാങ് വരും എന്ന് അവളുടെ കൂട്ടുകാരാണ് ദേഷ്യത്തി, എടി ലൂവാൻ, നിങ്ങൾ തമ്മിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അവൾ അവിടേക്ക് വരായിരിക്കും നല്ലത്, നിനക്ക് ഫ്രണ്ട്ഷിപ്പിനെ ഷെയർ ചെയ്യാം, പക്ഷെ നിന്റെ ലവറിനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ പറഞ്ഞ. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് ലൂവാനും, ഓ അതൊന്നും കുഴപ്പമില്ല, ലിയാങ് എന്റെ പണ്ട് തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, കൂടാതെ അവൾക്കറിയാം എനിക്ക് അപ്പ തൊട്ടേ ആൻജീഷ്യൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചേരുന്നത് ആരെ കൊണ്ട് തടയാൻ പറ്റത്തില്ല. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൾ ആൻജീഷ്യനെ കാണാൻ പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരു കടയിലെ കണ്ണാടിയിലൊക്കെ പോസ് എടുത്തിട്ട് പോകുമ്പോൾ അതേസമയം അകത്തിരിക്കുന്നമാർക്കൊക്കെ ഇവളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് റെന്റെ കൂട്ടുകാരന്മാരാണ് ഇത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ലൂവാനല്ലേ എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് റെന്നും ഞാൻ ഇതിനു അവളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ അവള് സന്തോഷത്തി അവളുടെ ക്രഷിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ ആരും കാണത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വരുന്ന ആൻജീഷ്യനാണ് കുറെ ഫിറ്റായി ബോധമില്ലാതെ ഇവളുടെ ദേഹത്തിന് വീഴും. അങ്ങനെ അവനും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അവസ്ഥ നിന്നോട് ഇപ്പം പറയാൻ പോകാന്ന് പറഞ്ഞ് അവളോട് പറയുമ്പം ഇവളാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അവനും നമ്മളുടെ സ്നേഹം മനസ്സിൽ കുറെ വർഷം മറച്ചു വയ്ക്കുന്ന കുറെ വേദനയുള്ള കാര്യം ഇവളോട് പറയുമ്പം ഇത് കേട്ട് അവളും തിരിച്ച് അവനോട്, ആണ് നീ പറയുന്ന സത്യം, ഞാനും ചെയ്ത തെറ്റാ, എങ്കിപ്പിന്നെ ഇപ്പം നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. എന്നിട്ട് ഇവൾ അവസാനമായിട്ട് ഇവർ തമ്മിൽ സെറ്റാകാൻ പോകാന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പം അവനാണ് ട്വിസ്റ്റായിട്ട് ഇവളോട് ഒരു കാര്യം പറയും. ഇവൾ അറിയാതെ 2 വർഷമായിട്ട് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിയാങ്ങിന്റെ കൂടെ അവൻ കറങ്ങിക്കൊണ്ടിരിക്കുവാന്ന്, അതായത് അവർ രണ്ടുപേരും എപ്പോഴേ ഒരു കപ്പിൾസ് ആയിട്ട് മാറി. അങ്ങനെ ഈ കാര്യം അപ്പം തന്നെ ഇവന് പറയാൻ തോന്നിയെങ്കിലും
ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിയാങ് അതിനെ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ വിഷമിച്ച് ഇവളോട് ആ കാര്യമൊക്കെ പറയും. അപ്പരാണ് ഇത് കേട്ട് ഇവളാണ് മൊത്തം തകർന്നു പോയിട്ട് അപ്പൊ ഇവന് ലിയാങ്ങും തമ്മില് പ്രണയത്തിലാണെന്ന് ചോദിക്കും. അത് 2 വർഷം ഇവളറിയാതെ. അപ്പരാണ് അവനും ഇന്ന് തന്നെ ഈ കാര്യം അവള് പറയാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് ഇത് കാരണം അവർ തമ്മിൽ വഴക്കായെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കേട്ട് ലുവാൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അതേസമയം അവനും പെട്ടെന്ന് അവന്റെ ഗേൾഫ്രണ്ട് ലിയാങ്ങിനെ ഫോൺ വിളിച്ച് ഇവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഐ ലവ് എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ നോക്കും. അപ്പരാണ് ഇതെല്ലാം കേട്ടിട്ട് അവളും ആ പഴയ സംഭവങ്ങളൊക്കെ ഓർത്ത് നോക്കുന്നത്. അതായത് ലിയാങ്ങിനെ കണ്ടുപിടിന് മുമ്പേ തന്നെ ഇവർ രണ്ടുപേരും കട്ടയിൽ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ലിയാങ്ങിനെ ആൻജിഷിനോട് പരിചയപ്പെടുന്നതിന് ശേഷം ഇവളുടെ ക്രഷാന്നും കൂടെ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞാണ്. പക്ഷെ അതറിഞ്ഞിട്ടുമാണ് ലിയാങ് ഇവളെ ചതിച്ചത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇവള് കരഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ അവന് മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും കൊണ്ടുവന്ന് കേക്കൊക്കെ ഒറ്റ കഴിച്ചിട്ട് അവളും അത് ഫിറ്റായി കിടക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയായിരിക്കും അവസാനം പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ സെറ്റായോ അല്ലോടി എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാർ ചോദിക്കുമ്പം ഇവിടെ ലുവാനും കരഞ്ഞോണ്ട് അപ്പൊ തന്നെ അവൾ വാഷ്റൂമിൽ ചെന്ന് മൊത്തത്തിൽ വൊമിറ്റ് ചെയ്യും. അതിനുശേഷം അവളും നടന്ന സംഭവങ്ങളൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കും. ഇവൾക്ക് അവനോട് ഇഷ്ടമുണ്ടെങ്കിലും അവൻ ഇവളറിയാതെ 2 വർഷമായിട്ട് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിയാങ്ങിനോട് പ്രണയത്തിലായിരുന്നെന്ന്. അങ്ങനെ 5 വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചിട്ട് അവസാനം അതൊക്കെ വേറെ സ്വപ്നമായി പോയില്ലെന്ന് പറഞ്ഞ് ഇവളെവിടുന്ന് കരയുമ്പം ഇവളുടെ കൂട്ടുകാരിയും അവനൊക്കെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് അവനെയൊക്കെ മറന്നളയാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇനി മേലെ നീ അവന്റെ അടുത്തേക്ക് പോലെന്ന് പറഞ്ഞ് ഇവളുടെ കൂട്ടുകാരെ അഡ്വൈസ് ചെയ്യുമ്പം ലുവാനും കരഞ്ഞോണ്ട് എങ്കിൽ പിന്നെ അടുത്തായിട്ട് ഞാൻ എന്തുവാ ചെയ്യാമോ എന്ന് പറഞ്ഞ് അവള് ശബ്ദം ഉണ്ടാക്കും. അപ്പേരാണ് മറ്റവളും ലുവാൻ നിനക്ക് 2 ചോയ്സേ ഉള്ളു. ഒന്ന് നീ അവനെ കുറിച്ച് ആലോചന കരഞ്ഞോണ്ടിരി. രണ്ടാമത് അവനെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയെ നീ കണ്ടെത്തി സെറ്റ് ആക്കണം. ഏതെങ്കിലും ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ലുവാനും ധൈര്യത്തി ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ 2ാമത്തെ ചോയ്സ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ കോളേജിൽ കാണാൻ ലുക്കായിട്ടൊരു പയ്യനില്ല, അവന്റെ പേരെന്താ റെൻചുവോ, എങ്കിൽ പിന്നെ അവനെ തന്നെ ഞാൻ സെറ്റ് ആക്കാൻ പോവാ. ഇവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടെ റെന്നിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ലുവാ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് കുറെ പെമ്പിള്ളേർ ഇവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് നിനക്ക് റെന്നിനെ വേണമെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഇവള് വീണ്ടും റൂമിലേക്ക് ചെന്നിട്ട് ഇന്നലെ എന്തോ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കുന്നത്. അതായത് ഇവള് വാഷ്റൂമിൽ വെച്ച് റെന്നിനെ വളയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഫ്രണ്ട്സ് എല്ലാം കേട്ടിട്ട് ഈ കാര്യം റെന്നിനോട് പറയും. അപ്പോഴാണ് അവനും പതി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. കാരണം ഇവള് വന്ന സ്ഥലം ബോയ്സ് ബാത്റൂമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവള് സംസാരിച്ചെല്ലാം അവന്മാരെല്ലാം കേട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹോസ്റ്റലിൽ ഇവൾക്ക് മൊത്തം പ്രശ്നം വരുമ്പോഴാണ് ഇവളും പേടിച്ചിട്ട് ഇവളുടെ കൂട്ടുകാരി വിളിച്ച് എന്തോ സംഭവം ചോദിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇവൾ ഇന്നലെ റെന്നെ സെറ്റാക്കാൻ പോകുമെന്ന് പറഞ്ഞ കാര്യം കോളേജ് മൊത്തത്തിൽ വൈറലായെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അതെടുത്ത് വിളിച്ച് നോക്കാൻ പറയുമ്പം എല്ലാവരും ലുവാനും റെന്നും കൂടെ അപ്പൊ കപ്പിൾസ് ആയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി കാണും. അപ്പോഴാണ് അതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഇവളും ദേഷ്യത്തി ചേട്ടാ എനിക്ക് ഈ റെൻ ആരെന്നോലും അറിയത്തില്ല, ഞാൻ ചുമ്മാ ബോധമില്ലാതെ പറഞ്ഞു പോയത് അതൊക്കെ എന്നിന് ഇവളിവിടെ കട്ട ദേഷ്യത്തിരിക്കും. അങ്ങനെ ക്ലാസ്സിൽ പോയാൽ എല്ലാവരും ഇവളെ റെന്നെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവൾ അവരോടൊക്കെ ദേഷ്യത്തി എനിക്ക് റെൻ ആരാന്നോലും അറിയത്തില്ലെന്ന് അവള് വിളിച്ചു പോവും. അതിനുശേഷം അവളും ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ആ റെന്നിനോട് പോയി സംസാരിക്കണം എന്നറിഞ്ഞ് നേരെ അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനാണ് സ്വിമ്മിംഗ് പൂളിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കും. പക്ഷെ ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് ഇവൻ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയെന്നറിഞ്ഞ് ഓടി അവനെ രക്ഷിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവൾക്കാണ് സ്വിമ്മിങ് അറിയത്തില്ല. അപ്പോഴാണ് അവനും ഇവള് സ്റ്റിക്കൊക്കെ എടുത്ത് ഇവനിട്ട് അടിക്കുന്നുണ്ട്. അവളെ പിടിച്ച് വെള്ളത്തിലാക്കുമ്പം അവസാനം അവൾ സ്വിമ്മിങ് അറിയാതെ മുങ്ങിപ്പോവും. അതിനുശേഷം അവൻ തന്നെ അവസാനം അവളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇവള് വെള്ളത്തിൽ മുങ്ങി മരിച്ചവരെന്തിനാ അവനിങ്ങനെ കടന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വെള്ളത്തിൽ കടന്ന് റെസ്റ്റ് എടുക്കുവാരെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം അവൾ അതൊരു ഷോക്കായിട്ട് വെള്ളത്തിൽ കിടന്നുറങ്ങുന്നു. അതൊക്കെ ഇരിക്കട്ടെ, എനിക്കിപ്പോ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, അതുകൊണ്ട് നമ്മളെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മളാണ് സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നിട്ട് ഇവള് പറയുമ്പോ തന്നെ അവൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും തടഞ്ഞു നിർത്തിയിട്ട് സോറി ഞാനാ ബോധമില്ലാതെ നിന്റെ പേര് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത, പക്ഷെ ഇപ്പൊ നീ ഒന്നും പറയാതിരുന്ന പിന്നെ എല്ലാരും നമ്മളെ കുറിച്ച് തെറ്റിയിരിക്കും. നിനക്ക് വേണേ പ്രശ്നമില്ലാതിരിക്കാം, കാരണം എല്ലാരും കൂടെ പറയുന്ന ഞാൻ നിന്നെ വളയ്ക്കാൻ നോക്കുവന്ന്. കൂടാതെ ഇത് കാരണം നിന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ഗേൾസ് എന്റെ പറയുന്ന ശല്യപ്പെടുന്നു. അതുകൊണ്ട് ഇനി നടക്കാതിരിക്കണമെങ്കിൽ നീ ഇതെല്ലാരോടും പറയണം നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇന്നലെ എന്തിനാ ഇവൻ ഇഷ്ടമെന്ന് പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവള് ഷോക്കായിട്ട് സത്യത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീ മനസ്സിലാക്കിയോ, എങ്കിൽ പിന്നെ അതൊക്കെ വെറും കള്ളോ, നീ വേണം എന്റെ മുടിയൊക്കെ മണപ്പിച്ച് നോക്ക്. നിന്നെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ മുടിയൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനും മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും ഇനി ഞാൻ കാരണം നിനക്ക് പനി വരണ്ടെന്ന് പറഞ്ഞ് അവളെ ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും.
അതിനുശേഷം അവളും ഇവൻ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് കറക്റ്റ് റെന്നും അതേപോലെ ഡ്രസ്സായിരിക്കും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കാണുന്നില്ല ഇപ്പൊ കൺഫേം ചെയ്യും സത്യത്തിൽ ഇവർ കപ്പിൾസ് ആയിട്ട് തന്നെ മാറിയെന്ന്. അതോടെ അവളാണ് പേടിച്ചിട്ട് നീ എന്തിനാണ് എന്റെ കൂടെ തന്നെ വരുന്നതെന്ന് പറഞ്ഞ് അവനെ പതിയെ വരാൻ പറയുമ്പം അവൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ഒപ്പം തന്നെ നടന്നു പോകും. അതിനുശേഷം അവളും ദേഷ്യത്തെ അവിടെ നിൽക്കുമ്പോഴാണ് ഇവളെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്നെല്ലാം ഈ ലൂവാന് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെ പുറകെ തന്നെ നടക്കുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതോടെ ഇവളും കട്ട ദേഷ്യത്തി ഞാനിന്ന് അവന്റെ പുറകെ പോകുമല്ലെന്ന് ഇവൾ കാണിക്കാൻ വേണ്ടി അവനെയും പൊടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ലൂവാനും ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ക്ലാസ്സിലേക്ക് റെന്നാണ് കയറി വരും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇവൻ എന്തോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ഞെട്ടിപ്പോയിരിക്കുമ്പം അതേസമയം അവൻ പതി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചെറിയ സ്മൈലെ കാണിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് ചെന്നിരിക്കും. അതോടെ അവൾ മൊത്തം ഷോക്കായി പോയി നിൽക്കുമ്പം എല്ലാവരും ഇവളെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾ സീറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴാണ് ടീച്ചറാണ് ഇത് കണ്ടിട്ട് മര്യാദയ്ക്ക് അവൾ അവിടെ തന്നെ ഇരിക്കാൻ പറയും. അപ്പോഴാണ് ഇവിടെ ഇവൻ വരെയുള്ള കാര്യം കാണിക്കുന്നത്. സത്യം പറഞ്ഞ ഇവന് സോഷ്യൽ ആക്ടിവിറ്റി മാർക്ക് കുറവാണ്. അങ്ങനെ അതുകൊണ്ട് പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ ഇവനെ സംസാരിക്കാൻ വേണ്ടി ഇവന്റെ സാർ അഡ്വൈസ് കൊടുത്താണ്. അങ്ങനെ അതിനു വേണ്ടിയ അവൻ ഇവളെ ചൂസ് ചെയ്ത് ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് ഇവളും അവനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൻ ഇവളുടെ ഫ്രണ്ട് മാത്രം ചുമ്മാ ഇങ്ങനെ ചിരിക്കുന്ന പോലെ കാണിക്കും. അപ്പോഴാണ് ഇവളാണ് പേടിച്ചിട്ട് എടി ഇവൻ ഇത് എന്തോ പറ്റി പെട്ടെന്ന് എന്തിനാ എന്നെ കാണുമ്പോഴേക്കും ഇങ്ങനെ ചിരിക്കുന്നത് എന്നിന് അവളുടെ കൂട്ടുകാരോട് പറയുമ്പോൾ അതേസമയം തന്നെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകും. അതോടെ അവൾ അപ്പം തന്നെ എനിക്ക് ഇനി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് അവളും പുറത്തേക്ക് ഓടി ചെല്ലും. എന്നിട്ട് അവൾ അവിടെ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഓറഞ്ച് വാങ്ങിച്ചു വെച്ചേക്കാന്ന് പറഞ്ഞ് ഇവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അമ്മയും ആൻജീഷിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് ഇവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവൻ മിക്കവാറും അവന്റെ ഗേൾ ഫ്രണ്ടോട് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവളുടെ അമ്മയെ ഹഗ് ചെയ്ത് പറയും. അതിനുശേഷം അവളുടെ അമ്മയും എങ്കിൽ പിന്നെ അവൻ പോകുന്നേ പോട്ടെ എന്ന് പറഞ്ഞ് അവർ ജോലി നോക്കാൻ പോകുമ്പോഴാണ് അതേസമയം ഇവരുടെ കടയിലേക്ക് തന്നെ ആയിരിക്കും റെന്നും വരുന്നത്. അതോടെ അവള് പേടിച്ച് ഓടാൻ നോക്കിയാലും ഇവനെ കണ്ടെന്തിനാ സ്വന്തം കടയിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞ് ഇവൻ എന്തോ വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതെന്ന് അറിയും. കൂടാതെ ഇവനെ കണ്ട് പേടിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന് സോഷ്യൽ ആക്ടിവിറ്റി മാർക്ക് കുറവായതുകൊണ്ടാ ഇവളെ കാണുമ്പോഴേക്ക് ചുമ്മാ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ബന്ധത്തിനും ഇവനൊരു ഉദ്ദേശവും ഇല്ലെന്ന് പറയും. അപ്പോഴാണ് അവൾ അവനെ കളിയാക്കിക്കൊണ്ട് ഓ അപ്പോൾ ഒരു സബ്ജക്റ്റ് നീ ഫെയിലാ എങ്കിൽ പിന്നെ നീ എന്തിനാ എന്റെ ക്ലാസ്സിൽ തന്നെ വന്നേ നിനക്ക് വേറെ എല്ലാം ക്ലാസ്സിൽ പോയിക്കൂടായിരുന്നു എന്നിന് ഇവൾ വയ്ക്കുമ്പോഴാണ് അവനും എനിക്ക് നിങ്ങളുടെ ഡോക്ടർ പഠിക്കുന്ന സാധനം പഠിക്കണം. കൂടാതെ വേറെ ക്ലാസ്സിൽ ആൻജീഷ എന്ന് പറഞ്ഞൊരു ബുജ്ജിയുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ആരില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് വാങ്ങിക്കാൻ പറ്റും എന്നിന് അവന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവളുടെ വീട്ടിലേക്ക് ആൻജീഷനാണ് വരും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ചിരിക്കുമ്പം ഇവളുള്ളത് അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കലെന്ന് പറയും. പക്ഷെ ഇവിടെ റെന്നാണ് അതൊന്നും കേൾക്കാതെ അവളതാ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ആൻജീഷനാണ് അവളെ കണ്ടിട്ട് ലുവാൻ നീ ഇവിടെ ഉണ്ടായിരുന്നോ അന്ന് നീ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലേ പോയ അതിന് സോറി. എന്തായാലും ലിയാങ്ങയുടെ ഒരു പ്രശ്നം ഞാൻ തീർത്ത് അതുകൊണ്ട് നമുക്ക് മൂന്നുപേർക്കും ഇന്ന് രാത്രി ഡിന്നർ അയച്ചാലോ എന്നിന് അവനും വിളിക്കുമ്പോൾ ഇവള് ഞാനെന്തിനെ ഇടയ്ക്ക് ശല്യമായിട്ടെന്ന് പറഞ്ഞ് അവൾ വരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് പെട്ടെന്ന് റെന്നാണ് നിങ്ങൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ പോന്നോ എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം എന്നിന് അവൻ സമ്മതിക്കും. കാരണം അറിയാത്ത ആൾക്കാരോട് സംസാരിച്ച് ഇവന് ശീലിക്കണം അതുകൊണ്ട് അവൻ വരാന്ന് പറഞ്ഞ്. പക്ഷെ ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് അന്ന് ഇവള് ബോധമില്ലാതെ സംസാരിച്ച കാര്യമൊക്കെ ചിലപ്പോൾ ഇവൻ പറയുമെന്ന് പറഞ്ഞ് അവളും കൂടെ വരാന്ന് പറയും. അതിനുശേഷം ഇവർ നാലുപേരും കൂടെ അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോഴാണ് ഇവിടെ ആകെ പരിചയമില്ലാത്ത റെൻ മാത്രമേ കാണത്തുള്ളൂ. അതേസമയം ഇവളുടെ ഫ്രണ്ട് വെച്ച് തന്നെ അവരുടെ ഒരു കപ്പിൾസ് ആയിട്ട് കൈ പിടിച്ചിരിക്കുമ്പോൾ ലൂവാന് കുറച്ച് അപ്സെറ്റ് ആയാലും അവളൊന്നും പുറത്താണിക്കാതെ ഇവർക്ക് കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് ഓ ലൂവാൻ അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എന്നിന് ഇവളുടെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് അടുത്തിരുന്ന് ആൻജീഷ്യാനും ഈ ബന്ധത്തിനെ കുറിച്ച് ഇവൾ അറിഞ്ഞ ഇവരുടെ പ്രശ്നം വരും പറഞ്ഞ് ലിയാങ് പേടിച്ചാന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ഇവളോട് സോറി പറയും. പക്ഷെ ഇതെല്ലാം കേട്ട് ലൂവാൻ മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കുക. അങ്ങനെ അതൊന്നും പുറത്ത് കാണിക്കത്തില്ലെന്നേ ഉള്ളു. അങ്ങനെ അതിനുശേഷം ഇവര് ഫുഡ് കഴിക്കുമ്പോഴാണ് ആൻജീഷ്യനാണ് എപ്പോഴത്തേം പോലെ ലൂവാന് ഫുഡ് എടുത്ത് വെക്കാൻ വരുമ്പം അതിനുമ്പോ തന്നെ റെൻ അവൾക്ക് ഫുഡ് എടുത്ത് വെക്കും. അപ്പോഴാണ് ലിയാങ്ങും റെന്നുള്ളതുകൊണ്ട് ഇനി നിന്റെ സഹായം ആവശ്യത്തില്ലെന്ന് പറഞ്ഞ് അവനെ നോക്കി പറയും. അതിനുശേഷം ഇവിടെ ലൂവാനും വാഷ്റൂമിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി ലിയാങ്ങാണ് അവിടേക്ക് വന്നിട്ട് ഇവൾക്ക് വേണ്ടി ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കൈ കൊടുത്തിട്ട് അവളും പറയും ഇവരുടെ സെറ്റായ പോലെ തന്നെ ലൂവാനും റെൻച്ചും കൂടെ സെറ്റ് ആകണമെന്ന്. അങ്ങനെയാണ് നമുക്ക് നാലരും കൂടെ ഡേറ്റിന് പോകാന്ന് ഇവള് ലൂവാനെ ചതിക്കാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതേക്കുന്ന ലൂവാനാണ് ഭയങ്കര ദേഷ്യത്തി മതിയേട് നിന്റെ നാടകം എന്ന് പറഞ്ഞ് അവളോട് ചൂടാകും. അങ്ങനെ ആദ്യം നമ്മൾ കണ്ടപ്പോ തന്നെ എനിക്ക് ആൻജീഷൻ ഇഷ്ടമുള്ള കാര്യം നിന്നോട് പറഞ്ഞില്ലേടി എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവള് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരാണെങ്കിൽ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് ലൂവാനും എടി 2 വർഷമായിട്ട് എന്റെ പുറകെ നിന്ന് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ ഞാൻ നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാ കണ്ട പക്ഷെ എന്നും പറഞ്ഞ് നീ എന്നെ ചതിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അവളും പറഞ്ഞിട്ട് ഇപ്പൊ ലിയാങ്ങിനെ നോക്കുമ്പോഴാണ് സത്യത്തിൽ ഇതൊക്കെ ഇവളുടെ സ്വപ്നമായിരുന്നു. കാരണം ഇവള് തിരിച്ച് അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. അവൾ സൈലന്റ് ആയിട്ട് ലിയാങ്ങിന്റെ കൂടെ അവിടെ നിന്ന് പോകും. എന്നിട്ട് പോകുന്ന വഴിക്ക് വെച്ച് ആൻജീഷ്യാനും ലിയാങ്ങും
കൂടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന റെന്നാണ് ഇവൾ വിഷമിക്കുന്ന കണ്ടിട്ട് സോഷ്യൽ ആക്ടിവിറ്റി എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവള് പൊക്കിയെടുത്തോണ്ട് അവൻ നടക്കാൻ തുടങ്ങും. അങ്ങനെ അതോടെ അവളാണ് എന്നെന്തിനാണ് പൊക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ഇറക്കി വിടാൻ വേണ്ടി പറയും. അങ്ങനെ ഇവ രണ്ട് ഇങ്ങനെ പോകുന്നതൊക്കെ അവിടെ നാൻജിഷ്യാനും ലിയാങ്ങും കൂടെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് അതൊരു ജലസായിട്ട് മാറി. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ലുവാനാണ് അവളുടെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും അവളെ കുറെ വഴക്കുറഞ്ഞ് അഡ്വൈസ് ചെയ്യും. ഇവൾക്ക് ഒരാൾ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ടും അവളുടെ കൂടെ തന്നെ നടന്നുകൊണ്ട് അതേ സെയിം വ്യക്തിയെ സ്നേഹിക്കുവാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഒരിക്കലും അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് ഇപ്പൊ തന്നെ മാറിപ്പോകാൻ വേണ്ടി പറയും. അങ്ങനെ ഈ മെസ്സേജ് കണ്ടിട്ട് ലുവാനും അവൾ ഇനി ആൻജിഷ്യാന്റെ പുറയൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാർക്ക് റിപ്ലൈ ഇടും. അതിനുശേഷം അടുത്ത ദിവസം ക്യാൻറ്റീനിൽ വെച്ച് ലുവാൻ അടുത്ത് തന്നെ റെന്നിനെ കണ്ടുകിട്ടുമ്പോഴാണ് ഇവളും ഷോക്കായിട്ട് ഇവന്റെ അടുത്ത് തന്നെ വന്നിരിക്കണം എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ചുറ്റിരിക്കുന്ന എല്ലാവരും കൂടെ കപ്പിൾസ് ആയിട്ട് ഇവരെന്തിനാ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്ന പറഞ്ഞ് അവർ ഓരോരുത്തർ സംസാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവൾക്കാണ് ചുമ വരും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്ന് ടിഷ്യൂ പേപ്പറെ കൊടുത്തിട്ട് പോകുന്നത്. അതിനുശേഷം ഇവളും എന്തായാലും ഇന്നലെ അവരുടെ ഫ്രണ്ട് ഇവളെ പൊക്കിയെടുത്തോണ്ട് പോയി ആ നാണക്കേടില്ലാതാക്കിയതുകൊണ്ട് അവന് താങ്ക്സ് പറയുന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഇവന്റെ അഡ്രസ്സ് എന്തോ ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ അവളൊരു ബുക്കിനകത്തായിരിക്കും എഴുതി വെക്കുന്നത്. അതേസമയം റെന്റ് അടുത്തേക്ക് വന്ന കുറച്ച് പയ്യന്മാരും അവിടെ നിന്ന് ഫുഡ് കഴിക്കിട്ടാൻ ചോദിക്കുമ്പോൾ അവനാണ് ഉത്തരമൊന്നും പറയത്തില്ല. അപ്പോഴാണ് ലുവാനും അവളുടെ അടുത്തേക്ക് വന്ന് ഇരിക്കാന്ന് പറയുമ്പോൾ റെന്നിന്റെ ഗേൾഫ്രണ്ട് അടുത്തിരിക്കാൻ ഇവന്മാർക്കൊക്കെ ധൈര്യമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ടുപേരൊക്കെ അവിടെ ചുമ്മാ സംസാരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് റെന്നും ഇവന്മാർ അവിടെ ഇരിക്കാൻ സമ്മതിച്ചിട്ട് അവൻ നേരെ ഇവളുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് ഇവൾ എഴുതിയ ബുക്ക് കണ്ടിട്ട് വേറൊരുത്തനാണ് ലുവാൻ നിനക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞ് അവനെ ഒറ്റ ഡയലോഗ് മാത്രം വായിച്ചിട്ട് പറയും. അതോടെ എല്ലാരും കൂടെ ഷോക്കായി പോകുമ്പോൾ ഇതേ സമയം ഇവൾ ഉദ്ദേശിച്ച ഇവനെ താങ്ക്സ് പറയുന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കാനാന്ന് പറയും. അപ്പോഴാണ് അവനും എന്തായാലും അഡ്രസ്സ് ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മാനിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഇവള് ചെല്ലുമ്പോഴാണ് അത് നേരെ ബാറിലേക്ക് വിളിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് അവള് ഷോക്കായി സത്യത്തിൽ ഇത് തന്നെയാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അവൻ അവിടെ നിന്ന് കൈ കാണിച്ചോണ്ട് ഇവളെ പാർട്ടി ജോയിൻ ആകാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് അവൾ കേക്ക് തരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവൻ ഇവളെ ഫോഴ്സ് ചെയ്ത് അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇവള് പാടുന്ന പാട്ടേ കേട്ട് അവന് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവിടേക്ക് ബാക്കി എല്ലാരും കൂടെ വന്നിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് അവരിലോടി അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളാണ് ഷോക്കായിട്ട് അവന് കേക്ക് ഉണ്ടാക്കി കയറി ഇപ്പൊ എല്ലാവരും അറിഞ്ഞോന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവിടേക്ക് റെന്നും കൂടെ ഒരു പെങ്കൊച്ചും കൂടെ വരുമ്പോഴാണ് ഇത് കണ്ട് ഇവളാണ് ഞെട്ടിപ്പോയി ഒരു ഇനിയിപ്പോ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കുമെന്ന് പറഞ്ഞ് അവളുടെ കഥ ഇതോടെ തീർന്നു വിചാരിക്കും. കാരണം കോളേജ് ഫുൾ ഇവ രണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് അവളെ കണ്ട് പേടിച്ച് ഇവള് സോഫയുടെ ബാക്കി ഒളിഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന റെന്നാണ് ഇവളൊറ്റയ്ക്ക് ആരുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതെന്ന് പറഞ്ഞ് അവളെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോഴാണ് റെന്നിന്റെ കൂടെ വന്ന പെങ്കൊച്ചും ദേഷ്യത്തി ലുവാന്റെ അടുത്ത് വരുമ്പം അവള് മൊത്തത്തിൽ ഇവിടെ പേടിച്ച് വരച്ചിരിക്കും. അതോടെ അവളാണ് അപ്പൊ നീയാണ് എന്റെ കസിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളും ചോദിച്ച ഉടനെ ലുവാൻ അപ്പോഴായിരിക്കും മനസ്സിലാന്ന് ഇത് റെന്നിന്റെ ഗേൾഫ്രണ്ട് എന്നല്ല അവന്റെ കസിൻ ആണെന്ന്. അതിനുശേഷം ലുവാനും ഇവള് വിചാരിക്കുന്നതിൽ അവന്റെ ഗേൾഫ്രണ്ട് എന്നല്ലെന്ന് പറഞ്ഞ് അവള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവന്റെ കസിനാവെന്ന് തലയെ കയറ്റാതെ എന്തായാലും നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുക്കും. അതിനുശേഷം ലുവാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളുടെ കൂടെ തന്നെ റെന്നും വരും. അപ്പോഴാണ് അവളും ഇവൻ എന്തിനാ വന്നേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് പാർട്ടി ഒന്നും ഇഷ്ടപ്പെടത്തില്ല, ചുമ്മാ അവന്മാർ കൂട്ടിന് വന്നേന്ന് പറഞ്ഞിട്ട് ഇവന് വീട്ടിൽ കൊണ്ടാക്കാൻ ചോദിക്കും. കാരണം ഇവൻ ആ കേക്ക് കഴിച്ചോണ്ട് അതിൽ ചെറുതായിട്ട് ആൽക്കഹോൾ ഉണ്ടെന്ന് അറിയും. ഇത് കേട്ട് അവളാണ് അത്രയ്ക്ക് സത്യസന്ധനാണ് നീ, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കാം ഞാൻ കാർ ഓടിച്ചിട്ട് ഇപ്പൊ കുറെ മാസങ്ങളായി, അതുകൊണ്ട് എന്നെ ഒന്നും കുറ്റം പറയില്ല എന്നിന് അവളും പറയുമ്പോ തന്നെ അവൻ അവസാനം അവളെ സ്കൂട്ടറിൽ വിളിച്ചായിരിക്കും കൊണ്ടുവന്നത്. അപ്പനാണ് അവനും ഇന്ന് മുടിക്ക് നല്ല സ്മെല്ലടിക്കുന്ന പറഞ്ഞ് ഇവളോട് പറയുമ്പം ഇവൾ ഇവന് വേണ്ടി ഒന്നല്ല അവൾ സാധാരണ കുളിക്കുന്നതെന്ന് പറയും. ഒരു ഷിന്നി ഇവ ഇങ്ങനെയൊക്കെ സംസാരിച്ച മിക്കവാറും സോഷ്യൽ എക്സാമിൽ പൊട്ടിപ്പോന്ന് പറഞ്ഞ് ഇവനെ പേടിപ്പിക്കുമ്പം അവനാണ് അതിന്റെ ഇന്റേണൽ എക്സാമിൽ അവൻ പാസ്സായെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഇവള് താങ്ക്സ് പറയുമ്പം ഇവളെങ്കിൽ പിന്നെ നമ്മൾ ഇനി സാധാരണ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഡീൽ ചെയ്യും. അതിനുശേഷം ഇവള് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി ലിയാങ് ആണ് നമ്മൾ നാലൊരു എപ്പോഴാ ഡേറ്റിന് വന്നെന്ന് പറഞ്ഞ് അവള് മെസ്സേജ് ഇട്ടേക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് ലുവാനാണ് എനിക്ക് നിങ്ങളുടെ റൊമാൻസ് ഒന്നും കാണാൻ വയ്യ, പക്ഷെ നിങ്ങൾ സെറ്റായത് എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞ് അവൾക്ക് പഠിക്കാല്ലാതെ കറങ്ങാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരി അവോയ്ഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ റെന്നും തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരാണ് ഞങ്ങളെക്കാളും നേരത്തെ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ചോദിക്കും. അതിനുശേഷം അവന്മാരും ഒരേ ശിവന് സത്യത്തിൽ ലുവാനോട് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ കോളേജിലിരിക്കുന്ന എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്ന പറഞ്ഞ് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ലുവാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ഇവളുടെ റൂംമേറ്റ് ആണ് അടുത്തേക്ക് വന്നിട്ട് ഇന്നലെ ഇവളെ റെന്നുമായിട്ട് രാത്രി ഫുള്ളും കറങ്ങുമായിരുന്നെന്ന് ഇപ്പൊ കോളേജ് മൊത്തത്തിൽ അറിഞ്ഞെന്ന് പറയും. കാരണം ഇന്നലെ അവൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ ആരാണ്ട് കണ്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ് ലുവാനാണ് മുമ്പത്തെ കാലം ഇപ്പൊ ഇത്രയും വലിയ സീനായെന്ന് അറിഞ്ഞ് അവള് മൊത്തത്തിൽ ഷോക്ക് അടിച്ചിരിക്കും. അപ്പോഴാണ് ഇവൾക്കൊരു ഐഡിയ കിട്ടുന്ന അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ സീരിയസ് ആയിട്ട് റൂൾസ് അനുസരിച്ച് തന്നെ പോകണമെന്ന്. അതുകൊണ്ട് അപ്പൊ തന്നെ ഇവളൊരു കോൺട്രാക്റ്റ് ആയിട്ട് നേരെ അവനെ കാണാൻ ചെന്നിട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവനെ സൈൻ ഇടാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.